ഈ വരുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാകുമ്പോൾ പോളിംഗ് ദിനത്തിൽ രാവിലെ 5:30 ആരംഭിക്കേണ്ട മോക്ക് പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മോക്ക് പോൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ഇപ്പോൾ നമുക്ക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോളിംഗിൻ്റെ അന്ന് മോക്ക് പോൾ നടത്തുന്നതിന് വേണ്ടി കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPATും അതാതിൻ്റെ പെട്ടിയിൽ നിന്നും എടുത്ത് കൺട്രോൾ യൂണിറ്റ് തേർഡ് പോളിംഗ് ഓഫീസറുടെ ടേബിളിലും ബാലറ്റിംഗ് യൂണിറ്റും VVPATും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലുമായി വെക്കുക. തുടർന്ന് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPATും ഇൻ്റർ കണക്റ്റിംഗ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ബാലറ്റ് യൂണിറ്റിൻ്റെ 5 മീറ്റർ നീളമുള്ള കേബിളിൻ്റെ ഏറ്റവും എൻഡിലായി കാണപ്പെടുന്ന ഈ കണക്ടർ, ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ കേബിൾ കണക്ടർ, ആ കണക്ടറിൻ്റെ പ്രത്യേകത കണക്ടറിൻ്റെ ഒരു വശത്തുള്ള ലാച്ചിന് റെഡ് കളറും മറുവശത്തുള്ള ലാച്ചിന് ബ്ലാക്ക് കളറുമാണ്. ഈ ലാച്ചുകൾ ഇത്തരത്തിൽ പ്രസ് ചെയ്യാൻ കഴിയും. ഈ ലാച്ചുകൾ പ്രസ് ചെയ്തുകൊണ്ടാണ് കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യേണ്ടത്. ഈ ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ കേബിൾ കണക്ടർ VVPATിൻ്റെ ബാക്ക് സൈഡിലുള്ള കണക്ടർ കമ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിൽ ഈ ലാച്ച് വലിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ VVPATിൻ്റെ ഈ കാണുന്ന BU ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ ഈ കണക്ടർ പിന്നിൽ ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ ഈ കേബിൾ കണക്ടർ റെഡിനോടും ബ്ലാക്കിനോടും ചേരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. ഇത്തരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് ശബ്ദം നമുക്ക് കേൾക്കാം. അടുത്തതായി VVPATിൻ്റെ ഈ കേബിളിൻ്റെ എൻഡിലുള്ള കണക്ടർ, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കണക്ടർ, ഒരു വശത്ത് റെഡും മറുവശത്ത് ബ്ലാക്കുമായിട്ടുള്ള ലാച്ചുള്ള ഈ കണക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ ഏറ്റവും മുകളിൽ ബാക്ക് സൈഡിൽ ഉള്ള പവർ ഓൺ കമ്പാർട്ട്മെൻറ്റ് ഡോറ് തുറന്ന് ഇതിൽ കാണുന്ന ഈ കണക്ടറിൽ VVPATിൻ്റെ കേബിളിൻ്റെ എൻഡിലുള്ള കണക്ടർ റെഡിനോടും ബ്ലാക്കിനോടും ചേരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലിക്ക് ശബ്ദം ഉണ്ടാകും. ഒരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കൺട്രോൾ യൂണിറ്റ് പവർ ഓൺ ചെയ്യുന്നതിന് മുൻപ് VVPATിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ കാണുന്ന നോബ് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഇത്തരത്തിലും ഹൊറിസോണ്ടലായും വർക്കിംഗ് ടൈമിൽ ഇതേ രീതിയിലും, അതായത് സ്റ്റാൻഡിംഗ് പൊസിഷൻ, വർക്കിംഗ് മോഡ് ഈ കാണുന്ന വെർട്ടിക്കലായിട്ടായിരിക്കും വർക്കിംഗ് മോഡ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ നോബ് വർക്കിംഗ് മോഡിൽ ആക്കിയിട്ട് മാത്രമേ നാം കൺട്രോൾ യൂണിറ്റ് പവർ ഓൺ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റും ബാലറ്റിംഗ് യൂണിറ്റും VVPATും വർക്ക് ചെയ്യില്ല, എറർ മെസ്സേജുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നാം ആദ്യം കൺട്രോൾ യൂണിറ്റ് പവർ ഓഫ് ചെയ്ത് വീണ്ടും VVPATിൻ്റെ ഈ നോബ് വർക്കിംഗ് മോഡിലിട്ട് അതിന് ശേഷം മാത്രം കൺട്രോൾ യൂണിറ്റ് പവർ ഓൺ ചെയ്യുക. ഈ കാണുന്ന പവർ ഓൺ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ EVM ഈസ് ഓൺ ECI എന്നുള്ള മെസ്സേജ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ VVPATിൽ 7 സ്ലിപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് VVPAT റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്ത് സ്ലിപ്പുകൾ ഓട്ടോമാറ്റിക്കലി കട്ടായി
ബാലറ്റ് സ്ലിപ്സ് കമ്പാർട്ട്മെൻറ്റിൽ വന്ന് വീണ് കിടക്കും. കൺട്രോൾ യൂണിറ്റിൽ ഡിസ്പ്ലേ തുടർന്നുകൊണ്ടിരിക്കും. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം, ബാറ്ററിയുടെ ചാർജിൻ്റെ പെർസെൻറ്റേജ്, കൺട്രോൾ യൂണിറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളെ ഡിസ്കവർ ചെയ്യുന്നു. BU VVPAT ടെസ്റ്റ് ചെയ്യുന്നു കൺട്രോൾ യൂണിറ്റ്. BU ഓക്കെ, VVPAT ടെസ്റ്റിംഗ് ഓക്കെ, EVM ഈസ് റെഡി എന്നുള്ള മെസ്സേജ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മോക്ക് പോൾ ആരംഭിക്കാവുന്നതാണ്. നമുക്കറിയാം, മോക്ക് പോൾ ഇലക്ഷൻ്റെ അന്ന് രാവിലെ 5:30 മണിക്ക് ആരംഭിക്കണം. ആരംഭിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജൻറ്റുമാർ അവിടെ പ്രസൻസ് ആയിരിക്കണം. രാവിലെ 5:30 മണിക്ക് പോളിംഗ് ഏജൻറ്റന്മാർ ആരും തന്നെ ഹാജരായിട്ടില്ല എങ്കിൽ 15 മിനിറ്റ് അവർക്ക് വേണ്ടി കാത്തിരിക്കുക. 15 മിനിറ്റ് ആയിട്ടും പോളിംഗ് ഏജൻറ്റന്മാർ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും ആയി ചേർന്നുകൊണ്ട് മോക്ക് പോൾ ആരംഭിക്കാവുന്നതാണ്. മോക്ക് പോൾ നടത്തുമ്പോൾ ബാലറ്റിംഗ് യൂണിറ്റിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും, എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അതേ ഓരോ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യേണ്ടതുണ്ട്. ടോട്ടൽ മോക്ക് പോളിൽ 50 വോട്ടുകളെങ്കിലും ചെയ്തിരിക്കണം. 50 വോട്ടുകൾ നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 50 വോട്ട് ചെയ്യുന്നതിന് 1 മുതൽ ആദ്യത്തെ സ്ഥാനാർത്ഥി മുതൽ താഴോട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വീതം ചെയ്ത് വീണ്ടും ഒന്നാമത്തെ സ്ഥാനാർത്ഥി മുതൽ താഴെ സ്ഥാനാർത്ഥി വരെ വോട്ട് ചെയ്ത് 50 അല്ലെങ്കിൽ 50-ന് മുകളിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈക്വലായി വോട്ട് ചെയ്യുന്നത് നോട്ട ഉൾപ്പെടെ പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് മോക്ക് പോളിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ, ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഒരു വോട്ട് ചെയ്യാൻ പാകത്തിൽ ബാലറ്റിംഗ് യൂണിറ്റ് ആകുന്നത്. അതിനുവേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ബിസി ലാമ്പ് കൺട്രോൾ യൂണിറ്റ് തെളിഞ്ഞിരിക്കും. അതാ മോക്ക് പോളിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ കാൻഡിഡേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. തൊട്ടടുത്ത ലൈറ്റ് തെളിയുന്നു. ഇവിടെ ആർക്കാണോ വോട്ട് ചെയ്തത് അത് ഒരു സ്ലിപ്പ് പ്രിൻ്റായി വീഴുന്നു. വീണ്ടും അടുത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മോക്ക് പോളിൽ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ബിസി ലാമ്പ് തെളിയുന്നു. രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പ് പ്രിൻ്റായി ബാലറ്റ് ബോക്സിൽ വീഴുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് ഏതാണ്ട് 10 മുതൽ 15 സെക്കൻഡ് വരെ വോട്ട് ചെയ്തതിന് ശേഷം ബീപ്പ് ശബ്ദം ഉണ്ടാകുമ്പോഴാണ് അത് സേവ് ആകുന്നത്. മൂന്നാമത്തെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിൻ്റെ ബാലറ്റ് സ്ലിപ്പ് പ്രിൻ്റാകുന്നു. ബിസി ലാമ്പ് അണയുന്നു. മോക്ക് പോളിലെ നാലാമത്തെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ബിസി ലാമ്പ് തെളിഞ്ഞു. 1, 2, 3 നാലാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. നാലാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ ബാലറ്റ് സ്ലിപ്പ് പ്രിൻ്റായി ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റിൽ വീഴുന്നു. ബീപ്പ് ശബ്ദം കേൾക്കുന്നു. വീണ്ടും അഞ്ചാമത്തെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അഞ്ചാമത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. 1, 2, 3, 4 അഞ്ചാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ബാലറ്റ് സ്ലിപ്പ് പ്രിൻ്റാകുന്നു. അവസാനിക്കുന്നു. വീണ്ടും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ആറാമത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ആറാമത്തെ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പ് പ്രിൻ്റായി കാണിക്കുന്നു.
ബീപ്പ് ശബ്ദമുണ്ടാകുന്നു. വിസി ലാമ്പ് അണയുന്നു. വീണ്ടും നോട്ടയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു. ബാലറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ആകുന്നു. ഇത്തരത്തിൽ വോട്ടുകൾ ചെയ്തതിന് ശേഷം ഈ മോക്ക് പോൾ നടത്തുമ്പോൾ 50 വോട്ടെങ്കിലും ചെയ്തിരിക്കണമെന്നാണ്. സമയക്കുറവുള്ളത് കാരണം 60 വോട്ട് ചെയ്യാൻ സമയം പാഴാക്കിയിട്ടില്ല. അതിനുശേഷം മോക്ക് പോളിൻ്റെ പോൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൺട്രോൾ യൂണിറ്റിലെ ഈ കാണുന്ന ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. എത്തിച്ചേർന്നിട്ടുള്ള ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ അവരെ ധരിപ്പിച്ചുകൊണ്ട് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് മോക്ക് പോൾ അവസാനിപ്പിക്കുന്നു. മോക്ക് പോൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കൺട്രോൾ യൂണിറ്റിൽ ഉണ്ടാകുന്നു. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കാണിക്കുന്നു. ടോട്ടൽ പോൾഡ് വോട്ട് എത്രയാണ് എന്ന് കാണിക്കുന്നു. ഇവിടെ പോൾ ക്ലോസ്ഡ് എന്നുള്ള ഡിസ്പ്ലേ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ മോക്ക് പോൾ അവസാനിപ്പിച്ച് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഏജന്റുമാരെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സാധാരണ നോർമൽ പ്രോസസ്സിൽ കഴിയില്ല എന്നുള്ളത് വീണ്ടും ഏജന്റുമാരെ കാണിച്ചു കൊടുക്കാൻ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇൻവാലിഡ് മെസ്സേജ് കാണിക്കുന്നു. അതായത് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നോക്കി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ മെഷീനിലുള്ള മുഴുവൻ വോട്ടുകളും ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അടുത്തതായി നമുക്ക് മോക്ക് പോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മോക്ക് പോളിൻ്റെ റിസൾട്ട് നോക്കണം. അതിനുവേണ്ടി ഈ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടിംഗ് റിസൾട്ട് എന്നുള്ള മെസ്സേജോടുകൂടി പോൾ റിസൾട്ട് ഡേറ്റ് എന്നിവ ഡിസ്പ്ലേ ചെയ്യുന്നു. പോളിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈം, എൻഡ് ചെയ്ത ടൈം, സീരിയൽ നമ്പർ കൺട്രോൾ യൂണിറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്നു. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്നു. ഒന്നാമത്തെ കാൻഡിഡേറ്റിന് 1 വോട്ട് എന്നുള്ള നിലയിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണമാണ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ 16 സ്ഥാനാർത്ഥികളുടെയും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ഡിസ്പ്ലേയിൽ എൻഡ് എന്ന ഡിസ്പ്ലേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് മെഷീൻ മോക്ക് പോളിൽ ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് റിയൽ പോളിന് സജ്ജമാകുന്നതിന് വേണ്ടി കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷനിലെ ക്ലിയർ ബട്ടൺ കൺട്രോൾ യൂണിറ്റിലെ ഇന്നർ ഡോർ ഓപ്പൺ ചെയ്ത് ഈ കാണുന്ന ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം. ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ റിസൾട്ടിൻ്റെ ഡിസ്പ്ലേ പൂർണ്ണമായും അവസാനിക്കണം. എങ്കിൽ മാത്രമേ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പ്രസ് ചെയ്യുന്ന ക്ലിയർ ബട്ടൻ്റെ ആക്ടിവേഷൻ നടക്കുകയുള്ളൂ. കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ഡിസ്പ്ലേ അവസാനിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം കൺട്രോൾ യൂണിറ്റിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളുടെ എണ്ണം അത് കൃത്യമായി രേഖപ്പെടുത്തേണ്ട മോക്ക് പോൾ ഫോമിൽ രേഖപ്പെടുത്തുക. കൺട്രോൾ യൂണിറ്റിൽ എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ടുകൾ ചെയ്തു എന്നുള്ളതും ബന്ധപ്പെട്ട ഫോമിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും ചെയ്ത വോട്ടും ഓരോ സ്ഥാനാർത്ഥിക്കും റിസൾട്ട് നോക്കിയപ്പോൾ ലഭിച്ച വോട്ടും ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച ബാലറ്റ് സ്ലിപ്പുകളുടെ എണ്ണം അറിയുന്നതിന് വേണ്ടി ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റ് മോക്ക് പോളിന് ശേഷം ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നിന്നും ബാലറ്റ് സ്ലിപ്പ് എടുത്ത് ആ ബാലറ്റ് സ്ലിപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര സ്ലിപ്പ് കിട്ടി എന്നുള്ളത് എണ്ണി നോക്കി ഓരോ സ്ഥാനാർത്ഥിക്കും ചെയ്ത വോട്ടുകളുടെ എണ്ണം, ഓരോ സ്ഥാനാർത്ഥിക്കും കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ടിലൂടെ ലഭിച്ച
വോട്ടുകളുടെ എണ്ണം, ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച ബാലറ്റ് സ്ലിപ്പുകളുടെ എണ്ണം അത് കൃത്യമായി ടാലി ആകുന്നുണ്ടോ, അതെല്ലാം തുല്യമാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി. യെസ് എന്നാണെങ്കിൽ ഈ മെഷീനുമായിട്ട് യഥാർത്ഥ റിയൽ പോളിന് വേണ്ടി നമുക്ക് തയ്യാറാകാം. യഥാർത്ഥ റിയൽ പോൾ ആരംഭിക്കുന്നതിന് മുൻപായി കൺട്രോൾ യൂണിറ്റിൽ മോക്ക് പോളിലൂടെ ചെയ്ത മുഴുവൻ വോട്ടുകളും ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി റിസൾട്ട് സെക്ഷനിലെ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം. ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേ നമുക്കിങ്ങനെ കാണാം, ഡിലീറ്റിംഗ് പോൾഡ് വോട്ട്സ് എന്നും തുടർന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും ചെയ്ത വോട്ട് ഡിലീറ്റായി 0 വോട്ട് മാത്രമാണ്. ടോട്ടൽ പോൾഡ് വോട്ട്സ് 0. ചെയ്ത വോട്ടുകളെല്ലാം ഡിലീറ്റാക്കി നിലവിൽ 0 വോട്ട്, ഒരു വോട്ടും ചെയ്തിട്ടില്ല എന്നും, ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് 0 വോട്ട് എന്നുള്ള നിലയിൽ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിൻ്റെ ആ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ഡിസ്പ്ലേ അവസാനിച്ചതിന് ശേഷം മാത്രമേ വോട്ടിംഗ് മെഷീൻ സീലിംഗ് ചെയ്യുക. റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സീലിംഗ് നടത്തുന്ന പ്രക്രിയ എങ്ങനെയാണ് എന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മോക്ക് പോളിൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ഫോമിൽ മോക്ക് പോളിനെ സംബന്ധിച്ച് ചോദിച്ചിടത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി അതോടൊപ്പം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോമിൽ തയ്യാറാക്കി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മോക്ക് പോളിലൂടെ ചെയ്ത വോട്ട് ക്ലിയർ ചെയ്ത് മെഷീൻ ക്ലിയർ ചെയ്ത് എൻഡ് മെസ്സേജ് കാണിച്ചു. ഇനി നമുക്ക് മെഷീൻ കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും സീൽ ചെയ്യാവുന്നതാണ്. കൃത്യമായ സീലിങ്ങിന് ശേഷം മാത്രമേ യഥാർത്ഥ റിയൽ പോൾ ആരംഭിക്കുവാൻ കഴിയുകയുള്ളൂ. മോക്ക് പോൾ ചെയ്യുമ്പോൾ വിവിപാറ്റിൽ പ്രിൻ്റ് ചെയ്യുന്ന സ്ലിപ്പുകൾ ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെൻറ്റിൽ, ഈ കമ്പാർട്ട്മെൻറ്റിലാണ് വീണ് കിടക്കുന്നത്. അതെടുത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി എണ്ണി ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര സ്ലിപ്പുകൾ വീതം ലഭിച്ചു എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി ഈ സ്ലിപ്പുകളുടെ, ഈ മോക്ക് പോൾ ബാലറ്റ് സ്ലിപ്പുകളുടെ ബാക്ക് സൈഡിൽ മോക്ക് പോൾ സ്ലിപ്പ് എന്നുള്ള സീല് വെച്ച് അതൊരു ബ്ലാക്ക് കവറിൽ ഇട്ട് ബ്ലാക്ക് കവറിന് മുകളിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തി ഒട്ടിച്ച് ആ ബ്ലാക്ക് കവർ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ച് ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ അടച്ച് അതിനു ചുറ്റും സ്ട്രിപ്പ് സീല് ഒട്ടിച്ച് ബോക്സിന് മുകളിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തി മോക്ക് പോൾ സ്ലിപ്പ് റസീഡ് ബാഗ് കേന്ദ്രത്തിൽ തിരികെ ഏൽപ്പിക്കേണ്ടതാണ്.